ഹായ് മക്കളെ, നവീൻ സാറാണ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ത്രികോണമിതി അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാർ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം തന്നെ സാറ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് സാർ പറഞ്ഞു തരും. അതിനുശേഷമായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണത്, പഠിക്കണം അല്ലേ. അപ്പോൾ ഒരു മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അത് നമ്മുടെ ട്രയാംഗിൾസ് അല്ലേ. രണ്ട് ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ട്രയാംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാംഗിളിന്റെ ഉള്ളില്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഉള്ളിലെ ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ് വന്നെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് √3 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 90 ഓപ്പോസിറ്റ് 2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരാം. അതായത് ഇവിടെ എന്താണോ വന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരാം. ഇവിടെ എന്താണോ വന്നത് അതേ ഇൻറ്റു √3 ആണ്. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 8 ആയിരിക്കും. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4√3 എന്നായിരിക്കും വരാം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്തായാലും ഇരട്ടി 12. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6√3 എന്ന് വരും കേട്ടോ. ഇനി ഇവിടെ 10 ആണെങ്കിലോ, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 5 വരും, ഇവിടെ 5√3 വരും. അത് അങ്ങാടും ഇങ്ങോട്ടും ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടത്തെ തന്നിട്ട് ഇവിടെ രണ്ടിടത്തും ചോദിക്കുന്നത് നമുക്കൊരു ആംഗിള് 60 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്കറിയാം 8 സെന്റിമീറ്റർ ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് ഉള്ള എന്താണ്, 90 ഓപ്പോസിറ്റ് ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √3 ചെയ്താൽ മതി കേട്ടോ രണ്ടിടത്തും. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ 8/√3 വരും അല്ലെ. ഇനി ഇവിടത്തെ ഇരട്ടിയാണ് ഇവിടെ വരാം, അപ്പോൾ 16/√3. ഇനി ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 11 ആണ്. അതായത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 11 തന്നിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്, √3 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ. കണ്ടാ, ഇനി ഇതിന്റെ 90 ഓപ്പോസിറ്റ് ഉള്ള കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, × 2 ചെയ്താൽ മതി. അപ്പൊ 11 × 2 22/√3 എന്ന് വരും. ഓക്കെ, ഇവിടെ വന്നതിന്റെ ഇരട്ടിയാണ് ഇവിടെ എന്താണോ × ചെയ്താൽ ഇവിടെ കിട്ടും കേട്ടോ. രണ്ടാമത്തെ കിട്ടും, അതായത് 60 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള കിട്ടും. ഓക്കെ, ഇത് ആദ്യത്തെ റേഷ്യോന്റെയാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസ് എന്താണ് 45 90 വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്നാണ്. 45 90 വന്നാൽ പ്രത്യേകത ഇത്രേ ഉള്ളൂ. 45ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. 45ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും, √2 ആയിരിക്കും വരാം. ഇപ്പൊ ഉദാഹരണത്തിന് 45ന്റെ ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ വേറെ 45 എന്നാലും 45 ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റും 3 ആയിരിക്കും. പിന്നെ അടുത്തത് അതായത് 90 ഓപ്പോസിറ്റ് കാണാൻ 3 × √3 ചെയ്താൽ മതി. കാണാം, അപ്പൊ ഇവിടെ 1 ആണ് 1√2. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 വരും, ഇവിടെ എന്ത് വരും 3√3 വരും. ഇനി ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും വരാം, 6 തന്നെ ആയിരിക്കും വരാം കേട്ടോ. ഇവിടെ എന്ത് തന്നെ ആയിരിക്കും വരാം, 6 തന്നെ ആയിരിക്കും വരാം. ഓക്കെ, ഇവിടെ 6 തന്നെ വരും കേട്ടോ. യെസ്, ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ആൻസർ വരാം. പിന്നെ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 5 വരും. ഇവിടെ 5√2 ആയിരിക്കും വരാം കേട്ടോ. ഇവിടെ എന്തായിരിക്കും വരാം, 5 ആയിരിക്കും. അതുപോലെ തന്നെ 5√2 എന്നായിരിക്കും വരാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ അതുപോലെ ഇനി ഇവിടെ തന്നിട്ട് ഇപ്പുറത്തെയും കാണാൻ പറഞ്ഞ, അതായത് 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിട്ട് ഈ സൈഡും കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ ചുമ്മാ √2 ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ √3 ഇട്ടില്ല, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഉള്ള എന്താണ് അത് തന്നെയല്ലേ സെയിം ഇവിടെ വരാം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ് വരാം അല്ലെ. അപ്പൊ ഇവിടെ എന്തൊരു 5√2 എന്ന് വരും. അപ്പൊ ഇവിടെ 6 ആണ് വന്നേക്കണം, അങ്ങനെയാണെങ്കിൽ ഇവിടെ 6/√2, ഇവിടെ 6/√2 സെയിം ആയിട്ട് തന്നെ വരും. ഇവിടെ രണ്ടുപേരും സെയിം ആയിരിക്കും കേട്ടോ. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8/√2 വരും. അങ്ങനെ ആയിരിക്കും വരാം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. യെസ്, അപ്പൊ ഇനി അടുത്ത ഒരു കാര്യത്തിലോട്ട് പോയാണ്. അതായത് നമുക്ക് സൈഡുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ 30 60 90 വരെയാണ്, അതുപോലെ തന്നെ 45 90 വരെയാണെങ്കിൽ നമ്മൾ ഈ റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൈഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഏത് റേഷ്യോ 30 60 90 ആണെങ്കിൽ 1:√3:2. ഇനി 45 90 ആണെങ്കിൽ 1:1:√2. അത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനകത്ത് ആദ്യം നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാംഗിളിന്റെ ഏരിയ എന്താണെന്നാണ്. ട്രയാംഗിളിന്റെ ഏരിയ എന്താണ്, ഇത് ബേസ് ഇത് ഹൈറ്റ് ആണെങ്കിൽ ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാ, ½ × ബേസ് × ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാദം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉയരം കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റെക്ടാംഗിളിന്റെ ഏരിയയാണ് പറയണത്. റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ, L × B. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രെഡ്ത്ത്. ലെങ്ത് × ബ്രെഡ്ത്ത് ആയിരിക്കും കേട്ടോ. നീളം × വീതി ആയിരിക്കും അതിന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഒരു ഷേപ്പാണ്
പാരലോഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷേപ്പുകളായതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ പാരലോഗ്രാഫത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? പാരലോഗ്രാഫത്തിന് ഒരു ബേസ് ഉണ്ടാവും, പിന്നെ ഒരു ഹൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാഫത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നായിരിക്കും വരാം. എന്തായിരിക്കും വരാം? ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. ഓക്കെ അല്ലെ? ഇനി അതുപോലെ തന്നെ വേറൊരു ഷേപ്പാണ്, നമ്മുടെ പാരലോഗ്രാം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് നമ്മുടെ റോംബസ്. ഓക്കെ, അപ്പൊ റോംബസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഒരു സ്ക്വയർ പോലത്തെ തന്നെ ഷേപ്പാണ്. അതൊന്നും ചളിക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ റോംബസ് കേട്ടോ. അപ്പൊ റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോംബസിനും ഉണ്ടാവും ബേസ് അതുപോലെ തന്നെ ഹൈറ്റ്. ഇത് റോംബസ് ആണെന്ന് വിചാരിക്കാം കേട്ടോ. ആക്ച്വലി ആ ഒരു ഷേപ്പ് അങ്ങനെയല്ല, എന്നാലും അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ ബേസ്, ഇതാണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, ഏകദേശം എല്ലാ സൈഡും ഈ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഷേപ്പ് പാരലോഗ്രാം പോലെ ആയിരിക്കണം, എൻ്റെ മക്കൾ അങ്ങനെ ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം കേട്ടോ. ഇതാണ് റോംബസിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒന്ന് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത കേട്ടോ. എന്താണ് ഐസോസെലസ് എന്ന് പറഞ്ഞാൽ സമ പാർശ്വം, ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം കേട്ടോ. അപ്പൊ ഐസോസെലസിന്റെ അറിയാലോ, രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നൊരു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഭാഗിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് അതായത് ഈ മൊത്തം ആംഗിളിനെ തുല്യമായിട്ട് ഭാഗിച്ചിട്ട് ഇവിടെ എക്സ് എന്നും ഇവിടെ എന്ത് ചെയ്യും എക്സ് എന്നും കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിൾസും എത്ര ആയിരിക്കും വരാം? 60 ഡിഗ്രി ആയിരിക്കും വരാം. അപ്പൊ ഈ സൈഡ് എത്രയാണോ ഈ സൈഡും എല്ലാ സൈഡിലേക്ക് ഈക്വൽ ഒക്കെ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ 4 ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ 4 അങ്ങനെ, ഇവിടെ 10 ആണെങ്കിൽ എല്ലായിടത്തും സൈഡും 10 തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരാം. ഇവിടെ എന്താണോ കിട്ടുന്നത് അവിടെ അത് തന്നെ ആയിരിക്കും എന്തും കിട്ടാം, ഇവിടെയും കിട്ടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈക്വൽ സൈഡ്സിൽ നിന്ന് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ അത് ആംഗിളിനെയും ഓപ്പോസിറ്റ് സൈഡിനെയും കണ്ടോ, ആംഗിളിനെയും ഈക്വൽ ആയിട്ട് ഭാഗിച്ചു, ഓപ്പോസിറ്റ് സൈഡിനെയും എന്തായിട്ട് ഭാഗിക്കും? ഈക്വൽ ആയിട്ട് ഭാഗിക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ സൈൻ കോസ് ടാൻ അല്ലെ. സൈൻ കോസ് ടാൻ ആണ്. അതായത് ഈ സൈൻ കോസ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വശങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ്, ആംഗിളിനെ ബേസ് ചെയ്തിട്ട്. എന്താണ്? ആംഗിളിനെ ബേസ് ചെയ്തിട്ട് അവരുടെ വശങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ എവിടെ ആംഗിൾ എടുക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും അതിന്റെ ആ ഒരു വശങ്ങൾ, നമുക്ക് ആ ഒരു റിലേഷൻ നമ്മൾ പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമുക്കറിയാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആംഗിൾ എടുക്കുകയാണേ, എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ എടുക്കുകയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശം എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അത് നമുക്കറിയാലോ. ഇനി എക്സ് എടുക്കുന്ന ആ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് എതിരെയുള്ളതാണ് ഈ ഒരു ട്രയാംഗിളിലെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഈ എക്സിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അഡ്ജസന്റ് സൈഡ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ആംഗിൾ എടുക്കാട്ടെ എക്സ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ ആംഗിൾ എടുക്കാം. ഇവിടെ ആംഗിൾ എടുക്കുമ്പോൾ ഇതിന് നേരെ എതിരെ കിടക്കുന്നതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഓക്കെ അല്ലേ? ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് സമീപവശം, അഡ്ജസന്റ് സൈഡ്. ഇനി ഈ 90 ഡിഗ്രിക്ക് തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്, കർണം. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാ വരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു റിലേഷൻ, ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പോയാണ്, ഒരു റിലേഷൻ പറയാനായിട്ട് പോയാണ്. സൈനിന്റെ ഇക്വേഷൻ എന്റെ മക്കൾ ഓർത്ത് വെച്ചോ. സൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയാണ് നമ്മൾ പറയണെന്ന് വെച്ചാൽ സൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്തായിരിക്കും വരാം? ഹൈപ്പോട്ടന്യൂസ് എന്നായിരിക്കും വരാം. സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആണ്ടാ. ഇനി കോസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസിന്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, സൈനും കോസും ടാനൊക്കെ ഒന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെക്കാം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓ സൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓ. ഇനി കോസിന്റെ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആ. പിന്നെ ടാനിന്റെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. ഓ ആ. അങ്ങനെ പഠിച്ചു വെക്കണമെങ്കിൽ പഠിക്കട്ടെ. ഓ ആ അങ്ങനെ പഠിച്ചു വെക്കാം. കണ്ടോ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സൈനിന്റെ കോസിന്റെ ടാനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ റിലേഷൻ പഠിക്കണത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു ട്രയാംഗിൾ തന്നേക്കാണ്. ഇവിടെ ഇപ്പൊ ആംഗിൾ ഒരു 36 ഡിഗ്രി എന്നൊക്കെ തന്നേക്കാണെന്ന് വിചാരിക്കാം. കണ്ടോ? നമ്മളോട് ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറഞ്ഞേക്കാൻ. അപ്പൊ ഇവിടെ നമുക്ക് 36 ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ ഉപയോഗിക്കാൻ പറ്റുമോ മക്കളെ?
പറ്റൂല. റേഷ്യോ ഉപയോഗിക്കാൻ പറ്റുന്ന കണക്കുകളാണെങ്കിൽ 30, 60, 90 ഉപയോഗിച്ച് നമുക്ക് സൈഡുകളൊക്കെ കാണാം. അപ്പൊ റേഷ്യോ ഉപയോഗിക്കാൻ പറ്റാത്ത കണക്കുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ കോസ് ടാൻ ഉപയോഗിക്കണ്ട. അപ്പൊ സൈൻ ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ന് എങ്ങനെയാണ് നോക്കണത്? ഇവിടെ നമ്മൾ നോക്കാം. ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ റിലേഷൻ പറയാം. അപ്പൊ ഞാനിവിടെ ഇതിന് ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശം അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു ആംഗിളിന്റെ ഈ ഒരു ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് നമുക്കറിയാം. ഓപ്പോസിറ്റും ഹൈപ്പോട്ടിന്യൂസും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും വരാ? സൈൻ അല്ലേ വരാ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയാമോ ഈ റിലേഷനാ? സൈൻ 36 എന്ന് പറഞ്ഞത് എന്താണ്? ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എഴുതണം ഓപ്പോസിറ്റ് ബൈ എന്തെന്ന് എഴുതാം? ഹൈപ്പോട്ടിന്യൂസ്. അത് എത്രയായിരിക്കും വരാ? 10 ആയിരിക്കും വരാ. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 10നെ ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു സൈൻ 36 ഇൻറ്റു എന്തെന്ന് വരും? 10. അത് എത്രയാണോ വന്നത് അതായിരിക്കും ആൻസർ. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ഡൗട്ട് തോന്നാം, നമുക്ക് ഈ സൈൻ 36 ഒക്കെ എവിടെ നിന്ന് കിട്ടും? അതൊക്കെ പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടാവും, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ. പിന്നെ സൈൻ 30 കോസ് 30 ടാൻ 30 ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ എന്ത് തരൂല, നമുക്ക് തരൂല, എവിടെ തരൂല, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂല. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാട്ടെ. ഇപ്പൊ ഇത് 30, 60, 90 ആണെന്ന് വിചാരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3, പിന്നെ 90ക്ക് ഓപ്പോസിറ്റ് 2 ആയിരിക്കും വരില്ല. 1:√3:2. അങ്ങനെയാണെങ്കിൽ സൈൻ 30യുടെ ഇക്വേഷൻ എന്തായിരിക്കും വരാന്നറിയോ? സൈൻ 30യുടെ ഇക്വേഷൻ, സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് 30ക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ സൈൻ 30യുടെ വാല്യൂ എന്താണ്? 1/2 അല്ലെങ്കിൽ 0.5 ആയി കണ്ടാ. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് തന്നെ കോസ് 60യുടെ വാല്യൂ പറയാൻ പറ്റും. കോസ് 60യുടെ വാല്യൂ കോസ് 60 ഡിഗ്രി. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, കോസിന്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ അല്ലേ? അപ്പൊ കോസ് 60 ഇവിടെയാണ് കിടക്കണം. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ തൊട്ടടുത്ത് കിടക്കുന്നത്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം. അപ്പൊ കോസ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് 1 ആണ്. ഹൈപ്പോട്ടിന്യൂസ് എത്രയ്ക്കും വരാം? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്. 1/2 എന്ന് വരും. കണ്ടാ, സിമ്പിൾ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ 6 കോസ് 30 എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കുക. കോസ് 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോസ് 30 ഈക്വൽ ടു അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ √3, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 2. കണ്ടാ, ഇത് ഇവിടെ എടുക്കുക, അഡ്ജസന്റ് ഇവിടെ, ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ. അപ്പൊ √3/2 കണ്ടാ. ഇങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് തരാണ്ട് തന്നെ ഈ 30, 60, 90യുടെ 45 എന്തിന്റെ 90യുടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ഒരു ചെറിയ 1-2 റിലേഷനും കൂടി ഇവിടെ സാറ് പറയാണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് നമുക്ക് തരും ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഏരിയ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ജസ്റ്റ് എന്തൊക്കെ തരുള്ളൂ? ആംഗിൾ തന്നിട്ടുണ്ടാവും, 2 സൈഡൊക്കെ തന്നിട്ടുണ്ടാവും. എന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് പറയാനായിട്ട് പോണേ കേട്ടോ. അതേ നോക്കിക്കോ. യെസ്, അപ്പൊ അതേ നോക്കിയടാ. ഏരിയ ഓഫ് ട്രയാങ്കിൾ വെൻ 2 sides and angle between them is given. 2 വശങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഇക്വേഷൻ എന്താണെന്നറിയോ? ഇതാണ് ട്രയാങ്കിൾ, 2 വശം എയും ബിയും, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും എന്നറിയാമോ? ഏരിയ സമം ½ × a × b × sin x എന്നായിരിക്കും വരാം. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, ഈ എക്സിന് പകരം എന്ത് വരും? 180 മൈനസ് എന്തെന്നായിരിക്കും വരാം? എക്സ് എന്നായിരിക്കും വരാം. ആ ഒരു വ്യത്യാസം മാത്രം ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തതിലോട്ട് പോയാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സർക്കിളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു സർക്കിളിൻ്റെ ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇപ്പം ഇത് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു സർക്കം റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AB കാണാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2r, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഇതാണ് റേഡിയസ് ഒക്കെ, 2r × sin c, അതായത് അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. ഇനി BC കാണണമെന്നുണ്ടെങ്കിൽ 2r × sin a കണ്ടാ. ഇനി CA കാണണമെന്നുണ്ടെങ്കിൽ 2r × sin b, 2r × sin b, sin b ഇവിടെ എത്രയാണ് ആംഗിൾ തന്നെ അതാണ് ബി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ അല്ലേ? കണ്ടോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിലേഷനും കൂടി നമ്മുടെ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മൂലയിൽ കൂടി കടന്നു പോകുന്ന സർക്കിളിനാണ് സർക്കിൾ എന്ന് പറയാം. അതിന്റെ റേഡിയസിനാണ് സർക്കം റേഡിയസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ അല്ലേ? ഇനി
ആംഗിളുകൾ എന്താണ് ഗ്രേറ്റർ ദാൻ ഒരു ആംഗിളൊക്കെ ഗ്രേറ്റർ ദാൻ 90 ഒക്കെ വരാമെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി കാണാനുള്ള ഇക്വേഷൻ ഒക്കെയാണ് പറയാ. എ ബി എന്ന് പറയുമ്പോൾ എന്തൊരു 180 മൈനസ് എന്തെന്നൊക്കെ പറഞ്ഞു വരും, സി എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അതിന്റെ ഒരു പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സാർ അത് എന്ത് ചെയ്തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതെ നമ്മൾക്ക് ഇനി നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ചോദ്യമാണ്, നോക്കിക്കോ. ചോദ്യം ഇതാണ്, ഈ സൈഡ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഈ സൈഡും കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയൊക്കെയാണെന്ന് നോക്കാം. ആംഗിൾസ് എത്രയാണ്? ആകെ ഒരു ആംഗിൾ തന്നിട്ടുള്ളൂ 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 30, ഇത് 90 ആണെങ്കിൽ എത്രയ്ക്കും മക്കളെ വരാം? 60 ഡിഗ്രി ആയിരിക്കും വരാ. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 30, 60, 90 ആണെങ്കിൽ 30, 60, 90 ആണെങ്കിൽ എന്താണ് പ്രത്യേകത വരാ? കണ്ടാ 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആയിരിക്കും വരാ അല്ലെ. അപ്പോ നമുക്ക് ആകെ ഈ 40 മാത്രം തന്നിട്ടുണ്ടായുള്ളൂ. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള 40 മാത്രം തന്നിട്ടുള്ളൂ. ഇവിടെ 40 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരാം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 വരും. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 20 വരും. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 20√3 ആണ്. ഇനി ഇവിടെ ഒരു 60 ആണെങ്കിൽ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 30 വരും. 30ക്ക് ഓപ്പോസിറ്റ് 30 വരും. 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 30√3 എന്നായിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. പാരലോഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. പാരലോഗ്രാഫിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ, അതല്ല ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹൈറ്റ് അങ്ങോട്ട് വരച്ചിട്ടേക്കാം. ഹൈറ്റ് വരച്ചിട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഹൈറ്റ് വരച്ചിട്ട് കഴിയുമ്പോൾ ഓൾറെഡി ഇത് 45 ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 90 ആണ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് എന്തായിരിക്കും? 45 തന്നെ ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് 45, 45, 90 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ എന്തൊക്കെയായിരിക്കും വരാം? 45, 45, 90 ആണെങ്കിൽ 1:1:√2 അല്ലേ വരാം. അതെ, നമുക്ക് ആവശ്യം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ചോദ്യം എന്തായിരുന്നു? ഹൈറ്റ് അല്ല കണ്ടുപിടിക്കേണ്ട, ഹൈറ്റ് അല്ല ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഹൈറ്റ് എന്ന് പറഞ്ഞ ആള് വേണം, കാരണം ബേസ് ഉണ്ട്. അപ്പൊ അതേ നോക്കിയേ. അപ്പൊ എങ്ങനെയായിരിക്കും വരാം? ഏരിയ ഓഫ് പാരലോഗ്രാം ഞാൻ എഴുതി, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. ഇവിടെ നോക്കിയേ, ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 20√2 തന്നിട്ടുണ്ടായിരുന്നു. അതായത് 90ക്ക് ഓപ്പോസിറ്റ് 20√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെയും ഇവിടത്തെ എന്തായിരിക്കും മക്കളെ? സിമ്പിൾ ആണ്, സിമ്പിൾ ലോജിക്കാണ്. ഇവിടെ എന്താണോ വന്നത്? ഇവിടെ 1 ആണെങ്കിൽ 1 ഇവിടെ 20 ആണെങ്കിൽ 20 അല്ലെ. ഇവിടെ 30 ആണെങ്കിൽ 30√2 ആണെങ്കിൽ ഇവിടെ 30 അങ്ങനെയല്ലേ. ഇവിടെ 40√2 ആണെങ്കിൽ ഇവിടെ 40 അങ്ങനെയല്ലേ വരാം. കണ്ടോ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സൈഡ് 20 എന്നും കിട്ടി, ഈ ഹൈറ്റ് എന്നുള്ളത് 20. ഇത് ശരിക്കും ഇങ്ങനെ ആയിരിക്കും വരാട്ടോ, കുറച്ചും കൂടി ഇങ്ങനെ നീങ്ങിയിരിക്കുന്ന ഫിഗർ ആണ്. ജസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ ഫിഗർ. അപ്പോൾ ബേസ് എത്രയെന്ന് കിട്ടി? ബേസ് ഓൾറെഡി തന്നിട്ടുണ്ട് 40. ഹൈറ്റ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിച്ചു? ഹൈറ്റ് 20 എന്ന് കണ്ടുപിടിച്ചു വിത്ത് ദ റിലേഷൻ. അപ്പൊ എന്തായിരിക്കും വരാ? 40 × 20 4 × 2 8 ആണ്. 2 0 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയിനെ. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എ ലാഡർ ഈസ് ലീൻഡ് അഗെയിൻസ്റ്റ് എ വാൾ. ഒരു വാളിൽ ലാഡർ ചരിച്ചു വെച്ചേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. അതായത് ആ തറയുമായിട്ട് 60 ഡിഗ്രി കോണളവിലാണ് ഉണ്ടാക്കിയേക്കണ. ഫ്ലോർ ലെങ്ത് ഓഫ് ലാഡർ ഈസ് 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ലാഡറിന്റെ നീളത്തിന് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ടോപ്പ് ഓഫ് ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. അതായത് മുകളിൽ നിന്ന് ആ ലാഡറിന്റെ അറ്റത്തുനിന്ന് താഴേക്കുള്ള ഹൈറ്റ് ആണ് നമ്മളോട് എന്ത് ചെയ്തേക്കണം? ചോദിച്ചേക്കണം. ഹൗ ഫാർ ഈസ് ഫുട്ട് ഫ്രം ദ ലാഡർ. ഇപ്പൊ ഈ മതിലും അതെ ഇവിടെ ഇങ്ങനെ ലാഡർ ചാരി വെച്ചേക്കാണെന്ന് വിചാരിക്കാം. ഇത് ലാഡറാന്ന് വിചാരിക്കാം. മുകളിൽ നിന്ന് താഴെയുള്ളതും പിന്നെ ഈ അറ്റത്തുനിന്ന് ഇവങ്ങാടുള്ളതും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാല ഏണിയും ചുവരുമായുള്ള അകലം കണ്ടെത്തുക. അപ്പൊ ഇതാണ് നമ്മുടെ മതില്, ഇതാണ് നമ്മുടെ ഫ്ലോറ്. ഏണി 6 മീറ്റർ ആണ്, ഇങ്ങനെ ചാരി വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങാടുള്ള ദൂരവും കണ്ടുപിടിക്കണം, ഇവിടെ നിന്ന് ഇങ്ങാടുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇത് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാല്ല, ഏത് മതിലാണെങ്കിലും ഏത് മതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരാ. ഇത് എത്രയാണ്? 90 ഡിഗ്രി. ഇത് 60 ആണെങ്കിൽ ഇത് എന്തായാലും 30 ആണ്, ഇത് 90. അപ്പൊ 30, 60, 90 അല്ലേ വരാ. 30, 60, 90 ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാലോ. എന്തായിരിക്കും അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ 1:√3:2 ആണ്. ഇനി നമുക്കറിയാവുന്ന ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 6 ആണെന്ന് നമുക്കറിയാം. അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ ഇവിടെ അതിന്റെ നേർപകുതി അല്ലെ 3 വരും. ഇവിടെ ആണെങ്കിൽ 3√3 എന്ന് വരും. ഓക്കെ അല്ലേ? കണ്ടോ? അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോ ഉപയോഗിച്ചിട്ട് സൈഡുകൾ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ബി സി എന്നുള്ളത് എത്രയാണ്? 3√3 ആണ്. പിന്നെ എ ബി എത്രയാണ് വരാ?
3 ആയിരിക്കും ഇവിടെ വരാം. കണ്ട എ ബി എന്നുള്ള എത്ര എന്നൊരു 3 എന്നായിരിക്കും വരാം. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sides ഓഫ് എ പാരലോഗ്രാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പാരലോഗ്രാമിന്റെ 2 വശങ്ങൾ എത്രയാണ്? 10ഉം 20ഉം 10ഉം തന്നേക്കാണ്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40 ഡിഗ്രി. ഒരു പണി കിട്ടിയേക്കാണല്ലേ, 40 ഡിഗ്രി എന്ന് തന്നേക്കാണ്. നമുക്ക് റേഷ്യോ ഉപയോഗിക്കാൻ പറ്റും മക്കളെ? 30 60 90 ഉപയോഗിക്കാൻ പറ്റൂല. 45 45 90 ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ, സൈൻ കോസ് ടാൻ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട, ഇവര് നമ്മളെ ഇങ്ങനെ പരീക്ഷയ്ക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സൈനും കോസും ടാനൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അത് കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഹൈറ്റ് വേണം. ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു റൈറ്റ് ആംഗിൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു റൈറ്റ് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈറ്റ് വേണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു 40 ഡിഗ്രീനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു 40 ഡിഗ്രീനെ അപേക്ഷിച്ച് നോക്കാം. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മുടെ ഹൈറ്റ്. ഓക്കെ, അതിന്റെ അടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 അല്ലെ, സോറി, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 10. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ആണ്. ഇവിടെ എന്താണ് വരാ? ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആലോചിച്ച് നോക്കാം, ഓപ്പോസിറ്റ് സൈഡും ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റിലേഷൻ സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറപ്പായിട്ട് അതെന്താണ്? സൈൻ ആണ്. അപ്പൊ ഞാൻ എഴുതാണ് sin 40 ഈക്വൽ ടു എന്നേതാ? ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ h ആണ്, ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ അല്ലെ? ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇൻറ്റു ആയിട്ട് വരുമല്ലോ, ഡിവൈഡർ ബൈ ആയിട്ടുള്ള ആൾ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു വരും. അപ്പൊ 10 ഇൻറ്റു sin 40. sin 40യുടെ വാല്യൂ എത്രയാണ്? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 0.64. അപ്പോൾ 0.64 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ എത്രയ്ക്കും വരാം? 6.4 സെന്റിമീറ്റർ എന്ന് വരും. ഹൈറ്റ് കിട്ടിയില്ലേ? ഇനി ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഓൾറെഡി 20 ആണല്ലോ. 20 ഇൻറ്റു എത്രയെന്ന് വരും? ഹൈറ്റ് എത്രയെന്ന് കിട്ടിയപ്പോ 6.10 എന്നായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഹൈറ്റ് എത്ര കിട്ടിയേക്കുന്നത്? ഹൈറ്റ് 6.10 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ബേസ് 20 ആണ് വരാ. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 20 ആണ്. യെസ്, 20 ആണ് വന്നേക്കണം. അപ്പോൾ ഹൈറ്റ് ഓൾറെഡി 0.64 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം? 6.4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം? 20 ഇൻറ്റു 0.64 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 64 ഇൻറ്റു 20 ചെയ്യാം. എന്നിട്ട് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ എന്തായിരിക്കും വരാ? 12.0812. ഓക്കെ, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 12.80 എന്നായിരിക്കും വരാം കേട്ടോ. 20 ഇൻറ്റു 0.64 എത്രയെന്ന് വരും? 12.80 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? ആൻസർ കിട്ടും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ. അപ്പോൾ കണ്ടോ, ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമ്മുടെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നേരെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, നോക്കിക്കോട്ടെ. അടുത്ത ചോദ്യം എന്താന്ന് എന്റെ മക്കളൊന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണം? ഇന്നെ പാരലോഗ്രാം ABCD എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം തന്നേക്കാണ്. AB എന്നുള്ളത് 12 തന്നിട്ടുണ്ട്. AD എന്നുള്ളത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ A എന്നാണ് ചോദിച്ചേക്കണം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം D ടു സൈഡ് AB. അതായത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫ്രം C ടു AB, ഡിസ്റ്റൻസ് ഫ്രം D ടു AB എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് എന്താണ്? സൈൻ കോസ് ടാൻ ഉപയോഗിച്ച് റിലേഷൻ വെച്ചിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ആംഗിൾ മെഷർ നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ മെഷർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ആംഗിൾ മെഷർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒന്ന് പറഞ്ഞ്, ആംഗിൾ മെഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 150 ആണെങ്കിൽ നമുക്കറിയാലോ, രണ്ട് പാരലൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 150 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്തായിരിക്കും വരാ? 150 ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും 30 ഡിഗ്രി ആയിരിക്കും വരാം. കാരണം എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്, സഹ ആന്തര കോണുകളാണ്. അവരെന്താണ്? സപ്ലിമെന്ററി ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയായിരിക്കും വരാ? 180 ഡിഗ്രി ആയിരിക്കും വരാം. അപ്പൊ ആംഗിൾ ഏടെ പരിപാടി കഴിഞ്ഞല്ലോ. സിമ്പിൾ അല്ലേ? ഇനി ഈ ഹൈറ്റ് ആണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ 30 ഉണ്ടായിരുന്നു അല്ലേ? സോറി, ഇവിടെ 30 ഉണ്ടായിരുന്നു. 30 60 90 ആണ് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ മക്കളെ? ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഓൾറെഡി എത്ര തന്നിട്ടുണ്ട്? സോറി, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് യെസ്, ഇവിടെ 8 തന്നിട്ടുണ്ട് അല്ലെ? 8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. 90ക്ക് ഓപ്പോസിറ്റ് 8 തന്നിട്ടുണ്ടെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് അതിന്റെ പകുതി ആയിരിക്കും വരാം. ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4√3 എന്ന് വരും. ഓക്കെ അല്ലേ? കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? വരാം കേട്ടോ.
ഇനി ഇവിടെ ശരിക്കും 1:√3:2 എന്നാണ് നമുക്ക് വരാം കേട്ടോ. 1:√3:2 എന്നാണ് വരാം. 30-60-90 ആണെങ്കിൽ 1:√3:2, അതായത് 1ന്റെ ഇരട്ടിയാണ് ഇവിടെ 2 വരാം. പിന്നെ ഇവിടെ 1√3 എന്ന് വരും. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ 8 എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. ഇവിടെ 90 ഡിഗ്രി ആണ് മക്കളെ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും വരാ, 4 ആയിരിക്കും വരാ, പകുതി. ഇനി അതുപോലെ തന്നെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് വരും, ഇവിടെ 4√3. അത് പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമൊന്നുമില്ല, എന്നാലും ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഹൈറ്റ് കിട്ടിയല്ല, 4√3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 4 നമ്മുടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമുക്ക് 4 എന്ന് പറഞ്ഞ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4√3 അല്ല കേട്ടോ മക്കളെ, 4 ആണ് കേട്ടോ. 4 എന്ന് പറഞ്ഞ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ഇൻറ്റു ഹൈറ്റ്. കണ്ട, ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്, കണ്ട 4 വന്നേക്കണം. കണ്ട, അപ്പൊ ഇത് ഹൈറ്റ് 4 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും വരാ, ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് വരും. അതായത് 12 ഇൻറ്റു എത്രയെന്ന് വരും, നമുക്ക് 4 എന്ന് വരും. 12 ഇൻറ്റു 4 എത്രയായിരിക്കും വരാ, 48 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും വരാം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇത് അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. 6th ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്, ഇൻ ട്രയാങ്കിൾ PQR, ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നേക്കാണ് PQR. ആംഗിൾ Q എന്നുള്ളത് 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ R എന്നുള്ളത് X ആയിട്ട് തന്നേക്കണം. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അവിടെ ആംഗിൾ എന്താണ്, ആംഗിൾ Q 90, ആംഗിൾ R X ആയിട്ട് തന്നേക്കണം. ആൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എന്തൊക്കെ, QR, പിന്നെ അതുപോലെ തന്നെ PQ. QR A ആണ്, പിന്നെ PQ എന്ന് പറഞ്ഞാൽ B ആണ്, പിന്നെ PR എന്നുള്ളത് എത്രയെന്ന് പറഞ്ഞാൽ C എന്ന് തന്നിട്ടുണ്ട് കേട്ടോ, റെസ്പെക്റ്റീവ്ലി. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് tan x ഡിഗ്രി എന്നാണ് ചോദിച്ചേക്കണം. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോഡ് ഒന്ന് ആലോചിച്ച് നോക്കിയ. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാ, ഓപ്പോസിറ്റ് അല്ലെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ. അപ്പൊ ടാൻ എക്സിന്റെ ഓപ്പോസിറ്റ് കിടക്കണ ഏതാണ്, ഇത് B. ഓപ്പോസിറ്റ് കിടക്കണ ഏതാണ്, B. ബൈ അഡ്ജസന്റ് കിടക്കണ ഏതാണ്, അഡ്ജസന്റ് കിടക്കണത് ഏതാണ്, A. അപ്പൊ ആൻസർ എന്തായിരിക്കും വരാ, ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വിളിക്കണം. B/C ആണ്, A/C ആണ്, B/A ആണ്, A/B ആണെന്ന് വെച്ച് എന്തായിരിക്കും വരാ, B/A ആയിരിക്കും കറക്റ്റ് ആൻസർ വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈൻ എക്സും കോസ് എക്സും ഈ ട്രയാങ്കിളിൽ നിന്ന് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാ, സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് നോക്കാം, ഹൈപ്പോട്ടന്യൂസ് നോക്കാം. അപ്പൊ എന്തായിരിക്കും വരാ, B/C ആയിരിക്കും കേട്ടോ. സൈനിന്റെ ഓപ്പോസിറ്റ് B ആണ്, ഹൈപ്പോട്ടന്യൂസ് C ആണ്. ഇനി കോസിന്റെ ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാ, കോസ് എക്സ് ഈക്വൽ ടു അഡ്ജസന്റ് ബൈ അല്ലെ, കോസിന്റെ ഇക്വേഷൻ എന്താണ് വേണമെങ്കിൽ എഴുതി വെക്കാം, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. സൈനിന്റെ എന്താണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അങ്ങനെ അത് ജസ്റ്റ് പരീക്ഷ വരുമ്പോൾ ആദ്യം തന്നെ അവിടെ എഴുതിയിട്ടാൽ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് നോക്കി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ ഈ എക്സിന് സമീപം കിടക്കുന്നത് A ആണ്, A/, എന്തായിരിക്കും വരാം, പിന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ C ആയിരിക്കും വരാം കേട്ടോ, A/C എന്നായിരിക്കും വരാം. ഓക്കെ, അപ്പൊ അതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. B ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് B ക്വസ്റ്റ്യൻ കേട്ടോ, ഇതാണ് A ക്വസ്റ്റ്യൻ. ഇനി C ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് തെളിയിക്കണമെന്ന്. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടാൻ എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, തെളിയിക്കണം. അതാണ് നമ്മൾ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചു, A/C വരെ കണ്ടുപിടിച്ചു. ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് B/A. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് B/C. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പൊ A/C. ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ സൈൻ എക്സും കോസ് എക്സും ഞാൻ എഴുതണം. സൈൻ്റെ എന്താണ്, B/C, കോസിന്റെ എന്താണ്, A/C. ഈ താഴെ ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ആൾ എന്ത് ചെയ്യണം എന്ന് അറിയാമോ, തിരിച്ചിട്ട് ഗുണിക്കണം. B/C ബൈ A/B. A/C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/C എന്ത് ചെയ്യുക, തിരിച്ചിട്ട് ഗുണിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ഈ സിയും ക്യാൻസൽ ആയി പോകില്ല മക്കളെ. ഇവിടെ ഉള്ള ഒരു C ഉണ്ട്, ഈ C ഉണ്ട്, മുകളിലും താഴെ C ഉണ്ടെങ്കിൽ വെട്ടിപ്പോകും അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും, B/A ആയിട്ട് കിട്ടും. B/A എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ എക്സ് ആണ്. ഓക്കെ, അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാം, എപ്പോഴും ടാൻ എക്സ് ആയിരിക്കും വരാം കേട്ടോ. ഓക്കെ, ഒരു ചോദ്യം നോക്കിക്കോ, ഈ ഒരു ചോദ്യം നോക്കിക്കോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയനെ ബേസ് ചെയ്ത്. സിമ്പിൾ അല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. ഒരു ട്രയാങ്കിൾ വന്നേക്കണം, അതിന്റെ രണ്ട് വശങ്ങൾ വന്നിട്ടുണ്ട്, 8ഉം 10ഉം ആണ്. അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, 35 ഡിഗ്രിയാണ്. എന്താണ് രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും വരാ, നോക്കിക്കോ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു A ഇൻറ്റു B. ഇത് A യും B ആയിട്ട് എടുക്കുക അല്ലെ, ഇൻറ്റു സൈൻ 35.
അങ്ങനെയല്ലേ വരാം. അപ്പോൾ ഹാഫ് ഇൻറ്റു എക്ക് പകരം 10 കൊടുക്കുക, ബിക്ക് പകരം 8 കൊടുക്കുക, സൈൻ 35 എന്നത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. വേണമെങ്കിൽ 2 എടുത്തിട്ട് 10ൽ 5 ടൈംസ് വെട്ടിപ്പോകും. 5 × 8 40, 40 × സൈൻ 35 എന്നൊക്കെ വരും. അപ്പൊ ആൻസർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈ സൈൻ 35ന്റെ വാല്യൂ ഒക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ ഫൈനൽ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്നെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാണ്. യെസ്, അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ സർക്കം റേഡിയസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഈ സൈഡ് പരിവൃത്ത ആരം തന്നിട്ടുണ്ട്. ഈ സൈഡ് കണ്ടുപിടിക്കണം, എ ബി കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേക്കണം. എ ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ല മക്കളെ പരിപാടി. എ ബി കണ്ടുപിടിക്കണമെന്ന് എന്ത് ചെയ്താൽ മതി, 2r × സൈൻ സി. ഈ വശമാണെങ്കിൽ 2r × സൈൻ ഈ ആംഗിൾ, ഈ വശമാണെങ്കിൽ 2r × സൈൻ ഈ എ അല്ലെ. ഇനി ഈ വശമാണെങ്കിൽ 2r × സൈൻ ബി. അങ്ങനെ ഇക്വേഷൻ വരാം. അപ്പൊ ഈ വശം കണ്ടുപിടിക്കണമെങ്കിൽ 2r × സൈൻ എന്തെന്ന് വരും, 40 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ 6 തന്നിട്ടുണ്ടല്ലോ, 2 × എത്രയെന്നായിരിക്കും, 2r × സൈൻ 0.64 എന്ന് വരും. അപ്പോൾ സൈൻ 40യുടെ വാല്യൂ തന്നിട്ടുണ്ടാവും കേട്ടോ, ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ 2 × 3 × 0.64. അപ്പൊ എന്തായിരിക്കും ആൻസർ വരാം? ആൻസർ അതൊക്കെ കൂടി ഗുണിച്ച് വെച്ചാൽ മതി. 6 × 0.64 3.84 സെന്റിമീറ്റർ ആണ് ഈ ഒരു ലെങ്ത് കിട്ടാ. ഓക്കെ, അപ്പോ ഇനി ഒരെണ്ണം കൂടി ജസ്റ്റ് ഇങ്ങനെ സർക്കം ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കാണ്. പരിവൃത്ത ആരം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കേണ്ട. അതായത് ഈ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് ആ ഡയമീറ്റർ കാണാമല്ലോ. കാരണം എന്താണ്, റേഡിയസ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡയമീറ്റർ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? അപ്പൊ അതേ നോക്കിക്കോ. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇപ്പൊ എ ബി ആണ് എങ്കിൽ എന്താണ്, 2r × സൈൻ 50 അല്ലേ വരാം. അത് ആദ്യം തന്നെ അങ്ങോട്ട് എഴുതി വെച്ചേക്കാം. എ ബി ഓൾറെഡി അറിയാലോ, എത്രയാണ്, 9 എന്ന് അറിയാലോ. അപ്പോൾ 9 ആണെങ്കിൽ ആ 9 ആദ്യം തന്നെ എഴുതി. 2r × സൈൻ 50 ഓൾറെഡി നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ സാറ് നേരെ എഴുതാണ് 0.77. നമുക്ക് ഇതിനകത്ത് നിന്ന് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡയമീറ്റർ കാണാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഈ 2r എന്നുള്ളത് ഈ 0.77 എന്ത് ചെയ്യാ, സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇൻഡു ആയിട്ടുള്ള ആൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും മക്കളെ വരാ, ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമില്ലേ, അപ്പൊ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് സാർ മുകളിലും താഴെ 100 വെച്ച് ഗുണിച്ച്, 100 വെച്ച് ഗുണിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മുകളിലും താഴെ. കാരണം 100/100 എന്ന് പറഞ്ഞാൽ 1 ഏത് നമ്പറിനെ 1 വെച്ച് ഗുണിച്ചാൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഞാനത് ഗുണിച്ചെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 9 × എന്തെന്ന് വരും, 100 വരും, 900. 0.77 × 100 എന്ന് പറഞ്ഞാൽ 7. ഇനി അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും വരാം. 2r എന്നുള്ളത് 11.68 എന്നായിരിക്കും നമുക്ക് എന്ത് വരാം, ആ ഒരു വാല്യൂ നമുക്ക് കിട്ടാം. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 900 എന്തെന്ന് ഇതാ 77. 1 ടൈംസ് 77 വരും. ബാക്കി 3 ഇത് ഇങ്ങോട്ട് ഒരെണ്ണം കൊടുത്തു കഴിയുമ്പോൾ 130 വരും. ഓക്കെ, വീണ്ടും 1 ടൈംസ് 77 വരും. 2 ടൈംസ് എഴുതാൻ പറ്റൂല. 70 × 2 എന്ന് പറഞ്ഞാൽ തന്നെ 140 ആണ്. അപ്പൊ എന്തായാലും എഴുതാൻ പറ്റൂല. അപ്പൊ വീണ്ടും 3, ഇത് 2 12 ആവും. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടാ 7 3 5 5 3 0 ഇങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്ത് കിട്ടാൻ 7 × 6 77 × 0.6 എന്നൊക്കെ വരും. അങ്ങനെ സാധനം പോയിക്കൊണ്ടിരിക്കോട്ടാ. അപ്പോ ഇനി 6 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. 2നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്തായിരിക്കും വരാ, ജസ്റ്റ് ആൻസർ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ, 11.68 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2 5s are 10. ഓക്കെ, ഇനി 1 എടുത്തേതാ, പോയിന്റ് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ പോയിന്റ് ഇടാ, 6 എടുത്തേതാ. അപ്പൊ 2 8s are 16, പിന്നെ 0 0 8, 2 4s are എന്തെന്ന് വരും, 2 4s are 8 എന്നാ. അപ്പൊ റിമൈൻഡർ 0. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 5.84 കിട്ടും. കാരണം ആ ക്വസ്റ്റ്യൻ്റെ റേഡിയസും നമ്മൾ കണ്ടുപിടിച്ചു. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡയമീറ്റർ കിട്ടും. ഇപ്പം റേഡിയസ് എത്ര കിട്ടിയ, 5.84 അല്ലേ കിട്ടിയേക്കണ. സർക്കം ഡയമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇൻറ്റു എന്തെന്ന് എഴുതാൽ മതി, 2 എന്ന് എഴുതാൽ മതി. അപ്പോൾ 8 16 1 12.68 എന്ന് കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സർക്കം റേഡിയസ് വരാ അല്ലെ. 2r ആണ് നമ്മുടെ സർക്കം റേഡിയസ് വരാ, 6 ആണ് നമ്മുടെ സർക്കം 2r ആണ് സർക്കം ഡയമീറ്റർ വരാ, ഇതാണ് നമ്മുടെ സർക്കം റേഡിയസ് വരാ കേട്ടോ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ആൻസറിലോട്ട് 5.84 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4 2 8 8 2 16 1
11 ആണ് വരാം കേട്ടോ. 11.68 എന്നായിരിക്കും വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സർക്കം ഡയമീറ്റർ, ഇത് നമ്മുടെ സർക്കം റേഡിയസ് എന്നാണ് വരാം. ഓക്കെ അല്ലേ, കണ്ട. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സാർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ എക്സാമിന് ഓൺ എക്സാം തകർക്കാം. ഓൾ ദ ബെസ്റ്റ് കേട്ടോ.